നമസ്കാരം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പറയാതിരിക്കുകയും സിൽവർ ലൈൻ, ശബരിപാത അടക്കം കേരളത്തിന്റെ പദ്ധതികൾക്കൊന്നും കേന്ദ്രം അംഗീകാരം നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള കെ.വി. തോമസിന്റെ നിയമനവും വിമർശനത്തിന് കാരണമാവുകയാണ്. മന്ത്രിയായും MP ആയും ഒക്കെ പ്രവർത്തിച്ച കെ.വി. തോമസിന് വിപുലമായ സൗഹൃദങ്ങൾ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തിയാണ് സർക്കാർ അദ്ദേഹത്തെ ഡൽഹിയിൽ നിയമിച്ചത്. എന്നാൽ കേന്ദ്ര മന്ത്രിമാരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി ഒന്നും നേടിയെടുക്കാൻ തോമസിന് കഴിയുന്നതുമില്ല. 11 വർഷമായി കേരളം 250 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കാത്തിരിക്കുന്ന എയിംസിന് അനുമതി നേടിയെടുക്കാൻ പോലും തോമസിന് കഴിയുന്നില്ല. കോടികൾ ചെലവിട്ട് ഡൽഹിയിൽ ഇങ്ങനെയൊരു പ്രത്യേക പ്രതിനിധിയെ തീറ്റി പോറ്റേണ്ടതുണ്ടോ എന്നാണ് വിമർശനം. ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള കെ.വി. തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നതാണ്. ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ വിലസുന്ന കെ.വി. തോമസ് ശമ്പളം വേണ്ടെന്ന് വെച്ച് ഓണറേറിയം മതിയെന്ന ഉദാര മനസ്കതയും കാട്ടിയിരുന്നു. പിന്നീടാണ് ഈ വാഗ്ദാനത്തിന് പിന്നിലെ ഗുട്ടൻസ് പുറത്താകുന്നത്. കെ.വി. തോമസിന് ഓണറേറിയമായി പ്രതിമാസം നൽകുന്നത് 1 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ ടെലിഫോൺ ചാർജ്, വാഹനം, യാത്രാഭത്ത എന്നീ ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. നിയമസഭയിൽ മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും. കെ.വി. തോമസിനൊപ്പം 4 ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ്, അതായത് ഡൽഹി ഓഫീസ് അസിസ്റ്റന്റ് 34,095 രൂപ, അസിസ്റ്റന്റ് കൊച്ചി ഓഫീസും ഡൽഹി ഓഫീസും ചേർത്ത് 30,995 രൂപ, ഓഫീസ് അറ്റൻഡന്റ് ഡൽഹി ഓഫീസും കേന്ദ്രീകരിച്ച് 18,930 രൂപ, ഡ്രൈവർ ഡൽഹി ഓഫീസിലേക്കായിട്ട് 22,072 രൂപ എന്നിങ്ങനെയാണ് അവരുടെ വിവരങ്ങൾ. കേന്ദ്ര സർക്കാരുമായി സൗഹാർദ്ദം സ്ഥാപിക്കാനും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമാണ് തോമസിന്റെ നിയമനം. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും കേന്ദ്രത്തിന് മുൻപിൽ വ്യക്തമായി അവതരിപ്പിക്കുകയും വേണമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ കാര്യമായി നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ.വി. തോമസിന് ശമ്പളത്തിന് പകരം ഓണറേറിയം നൽകുമ്പോൾ അദ്ദേഹത്തിന് പെൻഷനും ഓണറേറിയവും ഒന്നിച്ചു വാങ്ങാൻ അർഹതയുണ്ട് എന്നതാണ് ഓണറേറിയം മതിയെന്ന തോമസിന്റെ വാഗ്ദാനത്തിന് പിന്നിലെ ആ ഗുട്ടൻസ്. ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നയാളിന് സർക്കാരിൽ പുനർനിയമനം ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ മാസ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തുക കുറയ്ക്കണമെന്നാണ് ചട്ടം. ബാക്കി തുകയെ ശമ്പളമായി ലഭിക്കൂ. ഓണറേറിയത്തിനാണെങ്കിൽ ഈ തടസ്സമില്ല. അതായത് കെ.വി. തോമസിന് MP പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല എന്നത് തന്നെ ചുരുക്കം. ശമ്പളത്തിന് ആദായ നികുതി നൽകണം, ഓണറേറിയത്തിന് ആദായ നികുതി നൽകുകയും വേണ്ട. ഡൽഹി കേരള ഹൗസിലാണ് കെ.വി. തോമസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും ട്രഷറി നിയന്ത്രണം ഇളവ് ചെയ്ത് കെ.വി. തോമസിന് 12.5 ലക്ഷം ഓണറേറിയം അനുവദിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് CPM-നൊപ്പം കൂടിയ തോമസിന് 2023 ജനുവരി 18-നാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകിയത്. കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് കണ്ണൂർ CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയുമായി അകലുന്നതും. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വിമാനയാത്രാ നിരക്ക് കുറവുള്ള ക്ലാസുകളിൽ മതിയെന്ന് തോമസ് ആദ്യം പറഞ്ഞെങ്കിലും അതും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP A. സമ്പത്തിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് നിയമിച്ചിരുന്നു. അടിസ്ഥാന ശമ്പളം, DA, ഡൽഹി അലവൻസ് ഉൾപ്പെടെ 92,423 രൂപയായിരുന്നു ശമ്പളം. 5 ജീവനക്കാരെയും അനുവദിക്കുകയും ചെയ്തു. തോമസിന്റെ നിയമനത്തിൽ ഇടതുമുന്നണിയിൽ പോലും അതൃപ്തി ഉണ്ടായിരുന്നു. കോൺഗ്രസ് പുറത്താക്കിയ തോമസിനെ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ നിയമിക്കുന്നതിനെതിരെ LJD രംഗത്തെത്തുകയും ചെയ്തു. ശമ്പളമില്ലാതെ ജോലിയാവാമെന്നും അല്ലെങ്കിൽ പുച്ഛം തോന്നുന്നുവെന്നുമാണ് LJD നേതാവ് സലീം മടവൂർ വ്യക്തമാക്കിയത്. 22 വർഷം പാർലമെന്റ് മെമ്പറായി പ്രവർത്തിച്ച കെ.വി. തോമസിന് 59,000 രൂപയാണ് MP പെൻഷൻ. ഇതിനു പുറമെ 30 വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിന്റെ പെൻഷൻ വേറെയുമുണ്ട്. ശരാശരി 30 വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് 83,000 രൂപ വരെ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് കണക്ക്. ഇതും കെ.വി. തോമസിന് കിട്ടും.
എം പിയും എം എൽ എയുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് പെൻഷനും ഒന്നിച്ച് കൈപ്പറ്റാൻ KV തോമസിന് കഴിയില്ല. എം പി പെൻഷനായ 59,000-വും പ്രൊഫസർ പെൻഷനായിട്ടുള്ള 80,000-വും പുതുക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നികുതി ബാധകമല്ലാത്ത 1 ലക്ഷം രൂപയുടെ ഓണറേറിയവും കണക്കാക്കുമ്പോൾ 2,42,000 രൂപയാണ് പ്രതിമാസം KV തോമസിന്റെ കൈകളിലേക്ക് എത്തുന്നത്. നന്ദി.